1957 ലോകം മുഴുവൻ ഒരേ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഒരു യുദ്ധചിത്രം, ഒരു പാലം, ഒരു ഇതിഹാസ സംവിധായകൻ. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്. പിന്നീട് 7 ഓസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഡേവിഡ് ലീൻ എന്ന മഹാസംവിധായകന്റെ തൊട്ടടുത്ത് ജോലി ചെയ്ത ഒരു മലയാളി ഉണ്ടായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? ആ മനുഷ്യൻ പിന്നീട് മലയാള സിനിമയിൽ 65ലധികം സിനിമകൾ സംവിധാനം ചെയ്തു. പ്രേം നസീറിനെ നായകനാക്കി തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിച്ചു. കണ്ണൂർ ഡീലക്സ്, ഡേഞ്ചർ ബിസ്ക്കറ്റ്, ലോട്ടറി ടിക്കറ്റ്. ഒരു കാലത്ത് നിർമ്മാതാക്കൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സംവിധായകൻ. ഷൂട്ടിംഗ് വൈകില്ല, ബജറ്റ് കൂടില്ല, സിനിമ തിയേറ്ററിലെത്തും. പക്ഷേ ഇന്ന് മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ആ പേര് പലപ്പോഴും ആരും ഓർക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനേക്കാൾ വലിയൊരു ചോദ്യം, മലയാള സിനിമയിലെ ഹരിഹരനും IV ശശിയും P ചന്ദ്രകുമാറും പോലുള്ള സംവിധായകരുടെ വളർച്ചയ്ക്ക് വഴികാട്ടിയായ ആ ഗുരുവിനെ ഇന്ന് ചരിത്രം എന്തുകൊണ്ട് നിശബ്ദനാക്കി? ഇതാണ് AB രാജിന്റെ കഥ. ഒരു സാധാരണ സംവിധായകന്റെ കഥയല്ല. ആലപ്പുഴയിൽ നിന്ന് സിലോണിലേക്ക്, സിനോളിൽ നിന്ന് ഹോളിവുഡിലേക്ക്, അവിടെ നിന്ന് മലയാള സിനിമയുടെ ഹൃദയത്തിലേക്ക് നടന്ന ഒരു അസാധാരണ യാത്രയുടെ കഥ. 1929 ആലപ്പുഴയിൽ ഭാഗ്യനാഥ പിള്ളയുടെയും രാജമ്മയുടെയും വീട്ടിൽ ഒരു കുഞ്ഞു ജനിച്ചു. ആന്റണി ഭാസ്കർ രാജ്. കുട്ടിക്കാലം മുതൽ പുസ്തകങ്ങളെക്കാളും അദ്ദേഹത്തെ ആകർഷിച്ചത് മറ്റൊന്നായിരുന്നു: പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന വെള്ളിത്തിര. സിനിമ അദ്ദേഹത്തിന് വെറും വിനോദമായിരുന്നില്ല, അതൊരു സ്വപ്നമായിരുന്നു. പഠനം പ്രധാനമായും തമിഴ്നാട്ടിലായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു നല്ല ജോലി, ഒരു സുരക്ഷിത ജീവിതം. പക്ഷേ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ അതേ വർഷം ഒരു ഞെട്ടിക്കുന്ന തീരുമാനം. കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. കുടുംബം പോലും സംശയിച്ചിരിക്കാം, സിനിമയിൽ പോയാൽ ജീവിതം ഉണ്ടാകുമോ? അദ്ദേഹം എത്തിയത് സേലത്തെ പ്രശസ്തമായ മോഡേൺ തിയേറ്റേഴ്സിൽ. അവിടുത്തെ സ്ഥാപകനും ഇന്ത്യൻ സിനിമയിലെ അതികായനുമായ TR സുന്ദരത്തിന്റെ കീഴിൽ അപ്രന്റീസായി ജോലി തുടങ്ങി. ക്യാമറ, ലൈറ്റിംഗ്, എഡിറ്റിംഗ്, ഷൂട്ടിംഗ് പ്ലാനിംഗ്. ഒരു സിനിമ എങ്ങനെ ജനിക്കുന്നു എന്നതിന്റെ ഓരോ പാഠവും അദ്ദേഹം അവിടെ നിന്നാണ് പഠിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണുന്ന വേഗതയും കൃത്യതയും ബജറ്റ് നിയന്ത്രണവും ഇതെല്ലാം രൂപം കൊണ്ടത് ഈ കാലഘട്ടത്തിലായിരുന്നു. സേലത്ത് സിനിമ പഠിച്ച ഒരു യുവാവ്. പക്ഷെ വിധി അദ്ദേഹത്തെ എത്തിച്ചത് കേരളത്തിലല്ല, അറബിക്കടൽ കടന്ന് അന്നത്തെ സിലോൺ എന്നറിയപ്പെടുന്ന ശ്രീലങ്കയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു പുതിയ പേര് സ്വീകരിച്ചു: A. ഭാസ്കർ രാജ്. ആ പേര് അധികം വൈകാതെ സിംഹള സിനിമയിലെ വിശ്വസിക്കപ്പെടുന്ന സംവിധായകരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. 1951 മുതൽ ഏകദേശം ഒരു ദശാബ്ദക്കാലം ഒന്നിനു പിന്നാലെ മറ്റൊന്നായി അദ്ദേഹം സിംഹള സിനിമകൾ സംവിധാനം ചെയ്തു. ആകെ 10 സിനിമകൾ. അവയിൽ പലതും വാണിജ്യ വിജയം നേടി. ഒരു മലയാളി വിദേശ രാജ്യത്ത് അവിടുത്തെ ഭാഷയിൽ അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കി സിനിമകൾ സംവിധാനം ചെയ്യുന്നു. അന്നത്തെ കാലത്ത് അത് അസാധാരണമായ നേട്ടമായിരുന്നു. പക്ഷെ ഇതൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഹോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധചിത്രങ്ങളിലൊന്നായ ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് ശ്രീലങ്കയിൽ ചിത്രീകരണം ആരംഭിച്ചു. സംവിധായകൻ ഡേവിഡ് ലീൻ. പിന്നീട് ലോക സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച മനുഷ്യൻ. തന്റെ ചിത്രത്തിന്റെ സെക്കൻഡ് യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായി അദ്ദേഹം ഒരാളെ തെരഞ്ഞെടുത്തു: A. ഭാസ്കർ രാജ്, ഒരു മലയാളി. ഹോളിവുഡിന്റെ ഇതിഹാസ സംവിധായകന്റെ പ്രവർത്തന രീതി അടുത്തുനിന്ന് കാണുന്നു. ഒരു വലിയ സിനിമ എങ്ങനെ പ്ലാൻ ചെയ്യണം, നൂറുകണക്കിന് ആളുകളെ എങ്ങനെ ഏകോപിപ്പിക്കണം, ഓരോ ദിവസവും എങ്ങനെ കൃത്യമായി ഷൂട്ട് ചെയ്യണം. ഈ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രതിഫലിച്ചുവെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പലരും പിന്നീട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഷൂട്ടിംഗ് ഒരിക്കലും അനാവശ്യമായി നീണ്ടുപോയിട്ടില്ല, ബജറ്റ് കൈവിട്ടിട്ടില്ല, നിർമ്മാതാക്കൾക്ക് നഷ്ടമുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തിയത്. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും വിജയകഥകൾ മാത്രം എഴുതില്ല. ശ്രീലങ്കയിൽ അദ്ദേഹം കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി തുടങ്ങിയത്. സാമൂഹിക സംഘർഷങ്ങൾ വർദ്ധിച്ചു. തമിഴ് സിംഹള ബന്ധത്തിൽ അസ്വസ്ഥതകൾ രൂപം കൊണ്ടു. കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ തദ്ദേശീയർ മാത്രം മതിയെന്ന് ഔദ്യോഗിക ഗവൺമെന്റ് തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തു: എല്ലാം പിന്നിലാക്കി വീണ്ടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങുക. ഒരു വിജയിച്ച സംവിധായകൻ വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ തയ്യാറാകുന്നു. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. കാരണം ശ്രീലങ്കയിൽ അദ്ദേഹം ഒരു പേരായിരുന്നു, പക്ഷേ കേരളത്തിൽ അദ്ദേഹം ആരുമല്ല, ഒരു പുതിയ സംവിധായകൻ മാത്രം. പക്ഷെ കേരളത്തിലെ നിർമ്മാതാക്കൾ ഒരു കാര്യം സിനിമാ ലൊക്കേഷനുകളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു: ഈ മനുഷ്യൻ സിനിമ എടുക്കുന്ന രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഷൂട്ടിംഗ് കൃത്യമാണ്, ചിലവുകളെല്ലാം നിയന്ത്രിതമാണ്, പ്രേക്ഷകരുടെ മനസ്സ് വായിക്കുന്ന കഥ പറച്ചിൽ. അങ്ങനെ 1968 കളിയല്ല കല്യാണം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ AB രാജ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെ അമ്പരപ്പിച്ച ഒരു സിനിമയുമായി എത്തി. ആ സിനിമയുടെ പേര് കണ്ണൂർ ഡീലക്സ്. ഇന്ന് മലയാളത്തിൽ റോഡ് മൂവി എന്ന വാക്ക് കേൾക്കുമ്പോൾ പല സിനിമകളും ഓർമ്മ വരും. പക്ഷേ 1969 ഒരു ബസ്സിനെ കേന്ദ്ര കഥാപാത്രമാക്കി യാത്ര തന്നെ കഥയാക്കിയ ഒരു സിനിമ എടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പലരും കണ്ണൂർ ഡീലക്സ് മലയാള സിനിമയിലെ ആദ്യകാല റോഡ് മൂവികളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം, 1967 ആരംഭിച്ച KSRTC തിരുവനന്തപുരം കണ്ണൂർ സൂപ്പർ ഡീലക്സ് സർവീസിനുള്ളിൽ തന്നെയായിരുന്നു ചിത്രത്തിലെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ചത്. പ്രേക്ഷകർ ദിവസവും യാത്ര ചെയ്തിരുന്ന അതേ ബസ്, അതേ സീറ്റുകൾ, അതേ വഴികൾ, അതിനുള്ളിലാണ് AB രാജ് ഒരു ത്രില്ലർ ഒരുക്കിയത്. കഥ ആരംഭിക്കുന്നത് ജയശ്രീ എന്ന യുവതിയിലൂടെയാണ്. വീട്ടുകാർ തീരുമാനിച്ച നിർബന്ധ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവൾ തിരുവനന്തപുരത്ത് എത്തുന്നു. അവിടെ യാദൃച്ഛികമായി സഹായഹസ്തവുമായി എത്തുന്നത് ബിസിനസ്സുകാരനായ KB പിള്ള. അദ്ദേഹം അവൾക്ക് സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകുന്നു. കുറച്ചു ദിവസം
ദിവസങ്ങൾക്ക് ശേഷം ഒരു ദൗത്യം 25,000 രൂപ കോഴിക്കോട് എത്തിക്കണം. ഇന്നത് വലിയ തുകയായി തോന്നില്ല, പക്ഷേ 1969 അതൊരു വലിയ തുക തന്നെയായിരുന്നു. പക്ഷേ ആ പണത്തിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അതിലെ ഒരു കെട്ട് മുഴുവൻ കള്ളനോട്ടുകളായിരുന്നു. ജയശ്രീ കയറുന്നത് കണ്ണൂർ ഡീലക്സ് ബസ്സിലാണ്. ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത് യാത്രക്കാർ മാത്രമല്ല, അന്നത്തെ കേരളം തന്നെയാണ്. ബിസിനസ്സുകാർ, സാധാരണ തൊഴിലാളികൾ, തുളു മലയാളം സംസാരിക്കുന്ന കമ്മത്ത്, സംശയകരമായി പെരുമാറുന്ന ചില യാത്രക്കാർ, ഹാസ്യത്തിന് അടൂർ ബാസി. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്, ഓരോരുത്തരും സംശയിക്കപ്പെടാവുന്നവരാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാം മാറിമറിയുന്നത്. യാത്രക്കിടെ ജയശ്രീയുടെ പണമടങ്ങിയ ബാഗ് മോഷണം പോകുന്നു. മോഷ്ടാവ് ബുദ്ധിപൂർവ്വം അതേപോലെ ഒരു ബാഗ് അവിടെ വെച്ചിട്ട് ബസ്സിൽ നിന്നിറങ്ങുന്നു. സാധാരണ സിനിമയാണെങ്കിൽ ഇവിടെ പോലീസ് എത്തും, പിന്തുടരൽ തുടങ്ങും. പക്ഷേ AB രാജ അതിലും ബുദ്ധിപരമായ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്. ബസ്സിലെ കണ്ടക്ടർ ഒരു അസാധാരണ പദ്ധതി ആവിഷ്കരിക്കുന്നു. ഡ്രൈവറും കണ്ടക്ടറും സ്ഥാനങ്ങൾ മാറുന്നു. ബസ്സിന്റെ മുൻവശത്തെ കണ്ണൂർ ബോർഡ് മാറ്റി തിരുവനന്തപുരം ബോർഡ് സ്ഥാപിക്കുന്നു. പിന്നീട് ബസ് വന്ന വഴിയിലൂടെ തന്നെ തിരികെ ഓടിക്കുന്നു. റോഡരികിൽ നിൽക്കുന്ന മോഷ്ടാവ് ബസ് കണ്ടപ്പോൾ ഇതൊരു തിരുവനന്തപുരത്തേക്കുള്ള മറ്റൊരു ബസ്സാണെന്ന് കരുതി വീണ്ടും അതിൽ കയറുന്നു. പ്രേക്ഷകൻ പോലും ആദ്യം ഈ തന്ത്രം മനസ്സിലാക്കുന്നില്ല. പക്ഷെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മോഷ്ടാവിന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. താൻ കയറിയത് അതേ ബസ്സിലാണ്. അപ്പോഴേക്കും വൈകിയിരുന്നു. കായംകുളത്ത് എത്തിയപ്പോൾ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ രംഗം അന്നത്തെ പ്രേക്ഷകർക്ക് വലിയ ആവേശം നൽകിയിരുന്നു. കാരണം അത് വെറും ആക്ഷൻ അല്ലായിരുന്നു, ബുദ്ധി കൊണ്ട് ജയിച്ച ഒരു ത്രില്ലർ രംഗമായിരുന്നു. എന്നാൽ AB രാജ അവിടെയും കഥ അവസാനിപ്പിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ മിടുക്ക്. പോലീസ് പണം പരിശോധിക്കുന്നു. അതിൽ കള്ളനോട്ടുകളുണ്ട്. പക്ഷേ പണം മുഴുവൻ തിരികെ ജയശ്രീക്ക് തന്നെ നൽകുന്നു. എന്തുകൊണ്ട്? അവിടെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. കായംകുളത്ത് നിന്ന് ബസ്സിൽ കയറുന്ന ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള നമ്പൂതിരി, അയാളുടെ കൂടെയുള്ള ചന്തു, ഇവർ ശരിക്കും ആരാണ്? ജയശ്രീ ശരിക്കും ഒരു സാധാരണ പെൺകുട്ടിയാണോ? അല്ലെങ്കിൽ ഈ യാത്രയിൽ ഓരോരുത്തരും മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന സിനിമയുടെ അവസാന നിമിഷങ്ങളിലാണ്. ഭ്രാന്തനായി അഭിനയിച്ച നമ്പൂതിരി യഥാർത്ഥത്തിൽ ഒരു പോലീസ് ഓഫീസർ, ചന്തുവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ. ഇതിലും വലിയ ട്വിസ്റ്റ്, ജയശ്രീ പോലും സെൻട്രൽ ഇന്റലിജൻസ് വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. അവസാനം കള്ളനോട്ട് റാക്കറ്റിന്റെ യഥാർത്ഥ സൂത്രധാരന്മാരായ KB പിള്ളയും KBS നായരും അബ്ദുൾ ഖാദറും നിയമത്തിന് മുന്നിൽ എത്തുന്നു. ഒരു ബസ്സിനുള്ളിൽ തുടങ്ങി കേരളത്തിന്റെ ഹൈവേകളിലൂടെ സഞ്ചരിച്ച് ഒരു ക്രൈം റാക്കറ്റ് പൊളിച്ചടക്കുന്ന കഥ, അതാണ് കണ്ണൂർ ഡീലക്സ്. ഈ സിനിമയിലൂടെ AB രാജ ഒരു കാര്യം തെളിയിച്ചു. വലിയ സെറ്റുകളോ കോടികളോ ബജറ്റോ ഇല്ലെങ്കിലും പ്രേക്ഷകനെ 2.5 മണിക്കൂർ സീറ്റിന്റെ അറ്റത്തിരുത്താൻ ഒരു മികച്ച കഥ മാത്രം മതി. 1969 AB രാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്ന്. കണ്ണൂർ ഡീലക്സ് വിജയിച്ച അതേ വർഷം അദ്ദേഹം മറ്റൊരു ചിത്രം കൂടി പുറത്തിറക്കി. ആ സിനിമയുടെ പേര് കേട്ടാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണെന്ന് തോന്നും, ഡേഞ്ചർ ബിസ്ക്കറ്റ്. പക്ഷേ ആ ബിസ്ക്കറ്റിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഗോതമ്പ് പൊടിയോ പഞ്ചസാരയോ ആയിരുന്നില്ല, സ്വർണ്ണക്കടത്തിന്റെ കോടികളുടെ രഹസ്യമായിരുന്നു. അന്നത്തെ മലയാള സിനിമയിൽ ഗോൾഡ് സ്മഗ്ലിംഗ് പ്രമേയമാക്കി ഒരുക്കി ആദ്യകാല ത്രില്ലറുകളിൽ ഒന്നായിരുന്നു ഈ ചിത്രം. കഥയുടെ കേന്ദ്രത്തിൽ ബാലചന്ദ്രൻ, അവതരിപ്പിക്കുന്ന പ്രേം നസീർ. പക്ഷെ അയാൾ ഒരു സാധാരണ നായകനല്ല, ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസർ. നഗരത്തെ വിറപ്പിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തെ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അന്വേഷണം അയാളെ എത്തിക്കുന്നത് ഒരു ആശുപത്രിയിലേക്കാണ്. പുറമെ നോക്കുമ്പോൾ മാന്യമായ ഒരു ക്ലിനിക്, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, സാധാരണ ജീവനക്കാർ. പക്ഷെ അവിടെ എന്തോ ദുരൂഹതയുണ്ട്. ബാലചന്ദ്രൻ ഒരു രോഗിയായി അഭിനയിച്ച് ക്ലിനിക്കിൽ പ്രവേശിക്കുന്നു. അവിടെയാണ് അദ്ദേഹം പരിചയപ്പെടുന്നത് ഡോക്ടർ അശ്വതി. ഷീല അവതരിപ്പിച്ച ആ കഥാപാത്രം സിനിമയുടെ വികാരഭരിതമായ മുഖമാണ്. ഇന്നത്തെ കാലത്ത് പല യുക്തികളും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, പക്ഷെ കാലം അതാണെന്ന് ഓർക്കണം. ഒരു വശത്ത് അന്വേഷണം, മറുവശത്ത് പ്രണയം. എന്നാൽ ഒരു ചോദ്യം ബാലചന്ദ്രനെ തുടർച്ചയായി വേട്ടയാടുന്നു. ഡോക്ടർ അശ്വതി കുറ്റവാളികളുടെ കൂട്ടത്തിലാണോ, അതോ അവളും ഒരു ഇര മാത്രമാണോ? പ്രേക്ഷകനും അതേ സംശയത്തിലാണ്. അതായിരുന്നു SL പുരം സദാനന്ദന്റെ തിരക്കഥയുടെയും AB രാജിന്റെ അവതരണത്തിന്റെയും ഏറ്റവും വലിയ ശക്തി. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ക്ലിനിക്കിന്റെ ഓരോ മുറിയും, ഓരോ ജീവനക്കാരനും, ഓരോ സംഭാഷണവും സംശയത്തിന്റെ നിഴലിലാകുന്നു. ക്ലിനിക്കിന്റെ തലവനായ ഡോക്ടർ സുധാകരൻ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ചില രഹസ്യ നീക്കങ്ങൾ എല്ലാം ബാലചന്ദ്രന്റെ സംശയം വർദ്ധിപ്പിക്കുന്നു. അതേസമയം സുകുമാരി അവതരിപ്പിച്ച മുത്തുലക്ഷ്മി എന്ന കഥാപാത്രം ഹാസ്യവും കഥയുടെ മുന്നേറ്റവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നു. അത് AB രാജിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. സസ്പെൻസിനിടയിലും പ്രേക്ഷകനെ ചിരിപ്പിക്കാൻ അദ്ദേഹം മറക്കാറില്ല. എന്നാൽ ഈ സിനിമയിലെ ഏറ്റവും ബുദ്ധിപരമായ ആശയം എന്താണെന്ന് അറിയാമോ? സ്വർണം കടത്തുന്ന രീതി. ഇന്ന് സിനിമകളിൽ പലവിധ കടത്ത് രീതികൾ കാണാം, പക്ഷേ 1969 ആണെന്ന് ഓർക്കണം. AB രാജ് പ്രേക്ഷകരെ ഞെട്ടിച്ചു. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും കൂടെ ഒളിപ്പിച്ച് കടത്തുന്നു. കുറ്റവാളികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമായി അവർ തെരഞ്ഞെടുത്തത് ആ ആശുപത്രിയാണ്. കാരണം ആശുപത്രി ആരും പെട്ടെന്ന് സംശയിക്കില്ലല്ലോ. ആശയം അന്നത്തെ പ്രേക്ഷകർക്ക് പുതുമയായിരുന്നു. കഥ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ ബാലചന്ദ്രന്റെ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുന്നു. സമൂഹത്തിൽ മാന്യരായി ജീവിക്കുന്ന ചിലരാണ് ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റിന്റെ പിന്നിൽ. നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ അവർ ഉപയോഗിച്ചത് ഒരു ചികിത്സാ കേന്ദ്രത്തിന്റെ വിശ്വാസ്യത. അവസാനം അണ്ടർ കവർ ഓഫീസറായ ബാലചന്ദ്രൻ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു. ഈ സിനിമയിലൂടെ AB രാജ് വീണ്ടും തെളിയിച്ച ഒരു കാര്യമുണ്ട്. സസ്പെൻസ് സിനിമ എന്നത് വലിയ ചെലവിന്റെ കളിയല്ല, ശരിയായ തിരക്കഥ, വേഗതയുള്ള അവതരണം,
അവസാനം വരെ കൗതുകം നിലനിർത്തുന്ന കഥ പറച്ചിൽ, അതാണ് വിജയത്തിന്റെ രഹസ്യം. അതുകൊണ്ടാണ് ഒരേ വർഷം കണ്ണൂർ ഡീലക്സും ഡേഞ്ചർ ബിസ്ക്കറ്റും പോലുള്ള രണ്ട് വ്യത്യസ്ത ത്രില്ലറുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തത്. പക്ഷേ ഇതൊന്നുമല്ല എ ബി രാജിന്റെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെക്കാൾ വലുതാണ് അദ്ദേഹം സൃഷ്ടിച്ച സംവിധായകർ. ഒരിക്കൽ എ ബി രാജിന്റെ സെറ്റിൽ ചില ചെറുപ്പക്കാർ സംവിധാന സഹായികളായി ജോലി ചെയ്തിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ ഓടി നടന്ന് ഷോർട്ട് ഡിവിഷൻ പഠിച്ച് ഒരു സംവിധായകൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർ സിനിമ പഠിച്ചു. പിന്നീട് ആ പേരുകൾ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഹരിഹരൻ ചരിത്ര സിനിമകൾക്ക് പുതിയ ഭാഷ നൽകിയ സംവിധായകൻ, IV ശശി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കർമാരിൽ ഒരാൾ, P ചന്ദ്രകുമാർ 80കളിലെ തിരക്കേറിയ സംവിധായകൻ, രാജശേഖരൻ പിന്നീട് സ്വന്തമായൊരു സംവിധായക വ്യക്തിത്വം സൃഷ്ടിച്ച ചലച്ചിത്രകാരൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ എ ബി രാജിന്റെ സെറ്റ് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹസംവിധായകർ പിന്നീട് പറഞ്ഞ കാര്യം ഒരു ശ്രദ്ധേയമാണ്. എ ബി രാജ് ഒരിക്കലും സെറ്റിൽ അനാവശ്യ ബഹളം സൃഷ്ടിക്കാറില്ലായിരുന്നു. കോപം കൊണ്ട് സിനിമയെടുക്കുന്ന ആളല്ല. പകരം ഓരോ ഷോട്ടും മുൻകൂട്ടി പ്ലാൻ ചെയ്യും. എല്ലാവർക്കും ജോലി വ്യക്തമായി പറഞ്ഞു കൊടുക്കും. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ സമയം കളയില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിച്ചു. ഒരു നിർമ്മാതാവ് ഒരിക്കൽ പറഞ്ഞതായി സിനിമാ രംഗത്ത് പ്രചരിക്കുന്ന ഒരു വാചകമുണ്ട്: എ ബി രാജിന് സിനിമ കൊടുത്താൽ മനസമാധാനമായി ഉറങ്ങാം. കാരണം അദ്ദേഹം പറഞ്ഞ ബജറ്റിൽ സിനിമ പൂർത്തിയാക്കും, പറഞ്ഞ ദിവസത്തിൽ ഷൂട്ടിംഗ് തീർക്കും. ഇന്ന് കോടിക്കണക്കിന് രൂപ ചെലവാകുന്ന സിനിമകൾ പോലും മാസങ്ങളോളം നീളുമ്പോൾ 60കളിലും 70കളിലും ഈ കൃത്യത പാലിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതായിരുന്നു എ ബി രാജിന്റെ ഏറ്റവും വലിയ പ്രൊഫഷണൽ മികവ്. അതുകൊണ്ട് തന്നെ 1960കളുടെ അവസാനത്തിലും 70കളിലും മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ സംവിധായകരിൽ ഒരാളായി അദ്ദേഹം മാറി. ലോട്ടറി ടിക്കറ്റ്, എഴുതാത്ത കഥ, മറുനാട്ടിൽ ഒരു മലയാളി, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു, ഫുട്ബോൾ ചാമ്പ്യൻ, അടിമച്ചങ്ങല, ഇങ്ങനെ തുടർച്ചയായി സിനിമകൾ. ഓരോ സിനിമയും വ്യത്യസ്ത പ്രമേയം. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയില്ല: പ്രേക്ഷകനെ രസിപ്പിക്കണം. അതാണ് എ ബി രാജിന്റെ സിനിമാ തത്വം. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്നും പലരും ഓർക്കുന്നുണ്ട്: സ്ക്രിപ്റ്റ് വായിച്ച ഉടൻ ബജറ്റ് പറയും, അത് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു രൂപ കൂടില്ല. ഷൂട്ടിംഗ് പറഞ്ഞ ദിവസം തീരും. ഒരു സംവിധായകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രശംസ അതായിരിക്കാം. കാരണം അത് അദ്ദേഹത്തിന്റെ സിനിമ പ്രതിഭയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തെയും അംഗീകരിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ഓരോ സംവിധായകന്റെയും ജീവിതത്തിൽ ഒരു ദിവസം വരും, ക്യാമറ പതുക്കെ മറ്റൊരാളുടെ കൈകളിലേക്ക് മാറുന്ന ദിവസം. 1985 പുറത്തിറങ്ങിയ ഓർമ്മിക്കാൻ ഓമനിക്കാനായിരുന്നു എ ബി രാജിന്റെ അവസാന മലയാള ചിത്രം. അതിനുശേഷം അദ്ദേഹം പതുക്കെ സിനിമയിൽ നിന്ന് മാറി നിന്നു. ഒരു കാലത്ത് വർഷത്തിൽ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത മനുഷ്യൻ നിശബ്ദതയിലേക്ക് നടന്നു. പക്ഷേ ജീവിതം അദ്ദേഹത്തിനായി മറ്റൊരു മനോഹരമായ സർപ്രൈസ് ഒരുക്കിയിരുന്നു. മലയാളത്തിലെ എ ബി രാജിന്റെ പേര് തമിഴ് സിനിമയിലൂടെ വീണ്ടും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. എങ്ങനെയാണെന്നോ? അദ്ദേഹത്തിന്റെ മകളിലൂടെ. ആ പേര് ഇന്ന് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് സുപരിചിതമാണ്: ശരണ്യ പൊന്മണ്ണൻ. തമിഴ് സിനിമയിലെ ഏറ്റവും സ്വാഭാവിക അഭിനേത്രിമാരിൽ ഒരാൾ, നായികയായും പിന്നീട് അമ്മ കഥാപാത്രങ്ങളിലൂടെയും ദേശീയ പുരസ്കാരം ഉൾപ്പെടെ അനവധി അംഗീകാരങ്ങൾ നേടിയ കലാകാരി. പലർക്കും ശരണ്യയെ അറിയാം, പക്ഷേ അവളുടെ അച്ഛൻ മലയാള സിനിമയിൽ എത്ര വലിയ സംവിധായകനായിരുന്നുവെന്ന് ഇന്നും പലർക്കും അറിയില്ല. അതാണ് കാലത്തിന്റെ വിചിത്രത. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ: ഹരിഹരനെ സിനിമ പഠിപ്പിച്ച മനുഷ്യൻ, IV ശശി ആദ്യമായി ക്യാമറയ്ക്ക് പിന്നിൽ ജോലി ചെയ്ത സംവിധായകൻ, പ്രേം നസീറിന്റെ നായകനായി തുടർച്ചയായി സിനിമ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ, ശ്രീലങ്കയിൽ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്ന വ്യക്തി, ഹോളിവുഡ് യൂണിറ്റിനൊപ്പം പ്രവർത്തിച്ച അനുഭവമുള്ള മലയാളി. ഇത്രയും വിശേഷണങ്ങളുള്ള ഒരാളെ ഇന്ന് എത്ര മലയാളികൾ ഓർക്കുന്നുണ്ട്? 2020 ഓഗസ്റ്റ് 23 ചെന്നൈ. 90-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് എ ബി രാജ് അന്തരിച്ചു. ജീവിതത്തിന്റെ അവസാന നാളുകൾ മകൾ ശരണ്യയുടെ വീട്ടിലായിരുന്നു. വാർത്ത പത്രങ്ങളിൽ വന്നു, സിനിമാ ലോകം അനുശോചിച്ചു. പക്ഷേ അധികം വൈകാതെ ആ വാർത്തയും ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് മാറി. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അവാർഡുകൾ നേടിയവരെ നമ്മൾ എളുപ്പം ഓർക്കും, ദേശീയ പുരസ്കാരങ്ങൾ നേടിയവരെയും ഓർക്കും. പക്ഷെ പ്രേക്ഷകരെ മാത്രം ലക്ഷ്യമിട്ട് സിനിമ എടുത്തവരെ പലപ്പോഴും ചരിത്രം മറന്നുപോകും. എ ബി രാജ് അത്തരത്തിലൊരു സംവിധായകനായിരുന്നു. അദ്ദേഹം ഒരിക്കലും സ്വയം മഹാനായ കലാകാരനാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു: തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകൻ പണം നഷ്ടമായി എന്ന് തോന്നരുത്. അതുകൊണ്ടാണ് സസ്പെൻസ് വേണ്ടിടത്ത് സസ്പെൻസ് നൽകിയതും, കോമഡി വേണ്ടിടത്ത് കോമഡി നൽകിയതും, പ്രണയം വേണ്ടിടത്ത് പ്രണയം നൽകിയതും. അവസാനം പ്രേക്ഷകൻ സംതൃപ്തനായി വീട്ടിലേക്ക് മടങ്ങണം. അതാണ് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഷ. ഇന്ന് മലയാള സിനിമയിൽ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ഡയറക്ടർ എന്നൊരു പ്രയോഗം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത് പ്രായോഗികമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തെളിയിച്ച ആളായിരുന്നു എ ബി രാജ്. പറഞ്ഞ ബജറ്റ്, പറഞ്ഞ ഷെഡ്യൂൾ, പറഞ്ഞ ദിവസം റിലീസ്. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ തേടിയെത്തിയത്. എ ബി രാജ് ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, മലയാള സിനിമയുടെ നിശബ്ദ ശില്പികളിൽ ഒരാളായിരുന്നു. മഹാനായ ആ കലാകാരന് മുന്നിൽ ആദരാഞ്ജലികൾ.